ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ മോളാണ്. എങ്കിലും യാ ഫാത്തിമ അൻഖിദീ നഫ്സകി മിനന്നാർ, ഫാത്തിമ നീ നിന്റെ തടിയെ നരകത്തിൽ നിന്ന് രക്ഷിക്കണം. തങ്ങൾ കുടുംബാണ്, ഉസ്താദിന്റെ മോളാണ്, ഷെയ്ഖിന്റെ മോളാണ്, അതൊന്നും കാര്യമില്ല. പ്രവാചകന്റെ മോളോട് പോലും പ്രവാചകർ പറഞ്ഞത് യാ ഫാത്തിമ അൻഖിദീ നഫ്സകി മിനന്നാർ, നീ നിന്റെ തടിയെ നരകത്തിൽ നിന്ന് രക്ഷിക്കണം, നീ തന്നെ ശ്രമിക്കണം. ഫഇന്നീ ലാ അംലികു ലക്കും മിനല്ലാഹി ശൈആ, അല്ലാഹുവിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു ഉടമസ്ഥാധികാരവും എനിക്കില്ല. ഗൈറ അന്ന ലക്കും റഹിമൻ സഅബുല്ലുഹാ ബിബലാലിഹാ, ദുനിയാവിൽ നിനക്ക് വേണ്ടി തരുന്ന കാരുണ്യ പ്രവർത്തനങ്ങളല്ലാതെ എനിക്ക് പരലോകത്ത് നിന്നെ രക്ഷിക്കാനുള്ള പ്രത്യേക സംവിധാനങ്ങളൊന്നുമില്ല. എന്റെ മോളാന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് പ്രവാചകർ സ്വയം മാതൃകയായി ജീവിച്ചു. നമ്മൾ ഭാര്യയും ഭർത്താവും എന്താ മക്കളോട് പറയണറിയോ? ഞങ്ങളെപ്പോലെ ഒരിക്കലും ചാവരുത്. അതിൻ്റെ അർത്ഥം നമ്മൾ തന്നെ ശരിയല്ല. മകളോട് വാപ്പ പറയാറുള്ളത് ജിമ്മാനെ പോലെ ആവരുത്. അപ്പോൾ അവിടെ അർത്ഥം കുട്ടിക്ക് മനസ്സിലായി ഉമ്മ ശരിയല്ല. ഉമ്മ ആൺകുട്ടിനോട് പറയണത് ഡിഗ്രിക്ക് പഠിക്കണോട് പറയണത് മോനെ ഇജെങ്കിലും വാപ്പാൻ്റെ മാതിരി ആവരുത്. അപ്പോൾ കുട്ടിക്ക് മനസ്സിലായി വാപ്പയും ശരിയല്ല. സ്വയം മാതൃകയാവാത്ത നമുക്കെങ്ങനെയാണ് എൻ്റെ സുഹൃത്തുക്കളെ കുടുംബത്തിൽ നിന്ന് സമാധാനം കിട്ടുക? അപ്പൊ നമുക്ക് ആദ്യം നമ്മളിൽ മാതൃകാപരമായ ജീവിതത്തിന് നമ്മൾ തയ്യാറായിട്ടുണ്ടോ? ഉമ്മമാര് സ്വയം ആലോചിക്കുക, ഞാൻ എൻ്റെ മകളുടെ വസ്ത്രം പറയാനുള്ള മാതൃക ഞാനാണോ? നേരാവണ്ണം വസ്ത്രം ധരിച്ച ഉമ്മാക്കെ മകളോട് മഫ്ത ചുറ്റു മോളെ എന്ന് പറയാൻ അധികാരമുള്ളൂ. സമയത്ത് നമസ്കാരം നിർവഹിക്കുന്ന ഒരു ഉമ്മയാണെങ്കിലേ തൻ്റെ മക്കളോട് ആ ചോദ്യത്തിന്, ആ വിമർശനത്തിന് അധികാരമുള്ളൂ. വീട്ടിൽ അദബുകൾ പാലിക്കുന്ന മാതൃകാപരമായ ഒരു ഉമ്മയാണെങ്കിലേ വീട്ടിൽ മറ്റുള്ളവരോട് ഉപദേശിക്കാൻ സാധ്യമാകൂ. ദീന് പഠിക്കാത്ത, ദീനനുസരിച്ച് ജീവിക്കാത്ത, ദീൻ പരിഗണിക്കാത്തൊരു വാപ്പാക്ക് കുടുംബജീവിതത്തിൽ മക്കളോട്, ഭാര്യയോട് ചെന്ന് അത് മിണ്ടാൻ കഴിയില്ല. അതുകൊണ്ട് ഒന്നാമത്തെ പരിഹാരം നമ്മൾ സ്വയം മാതൃക രംഗത്തേക്ക് നമ്മൾ കടന്നു വരിക. നമ്മുടെ കുടുംബങ്ങളിൽ കുടുംബാംഗങ്ങൾക്ക് നല്ല ചില പാഠങ്ങൾ കൈമാറുക. തൗഹീദിൻ്റെതായ പാഠങ്ങൾ അവരെ പഠിപ്പിക്കുക. ഏറ്റവും വലിയ പാപത്തെക്കുറിച്ചുള്ള ഗൗരവമായ താക്കീത് കൊടുക്കുക. അതോടൊപ്പം പുതിയ കാലഘട്ടത്തിലെ മക്കളെയും ഭാര്യമാരെയൊക്കെ പഠിപ്പിക്കുക. ഇവിടുന്ന് നമ്മളെല്ലാവരും പോകണം. ഇവിടുന്ന് നമ്മളെല്ലാവരും യാത്ര പോകും. ഇത് കേവലം ഒരു താൽക്കാലികമായ ഒരു ജീവിതത്തിൻ്റെ ശ്രേണിയാണ്. അതുകൊണ്ടാണ് മട്ടും മണിമാളിക വിട്ട് ഒറ്റയ്ക്കൊരു യാത്ര പോണം, കൂട്ടുകുടുംബവുമില്ല, നിൻ പണവും പ്രതാപവുമില്ല. കുടുംബങ്ങളും കൂട്ടുകാരും ബന്ധുക്കളും മക്കളും ഭാര്യയും ഭർത്താവുമില്ലാതെ സ്വന്തം മൃതശരീരം മയ്യത്തു കട്ടിലിൽ വെച്ചു കഴിഞ്ഞാൽ ജനങ്ങളെല്ലാം കൊണ്ടുപോയി വെക്കുന്നൊരു യാത്രയുണ്ട്. അവിടെയാണ് ജീവിതം എന്നത് അവരെ ബോധ്യപ്പെടുത്തുന്ന ഖുർആന്റെ ആയത്തുകൾ നോക്കൂ. പ്രവാചകരോട് പോലും പറയുന്നു, ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ. പ്രവാചകരെ, നിങ്ങളും മയ്യിത്താവും, അവരൊക്കെ മയ്യിത്തായിട്ടുണ്ട്. എത്ര അമ്പിയാക്കന്മാര് അവരതാ പ്രവാചകരോട് പറയുന്നു, അവരൊക്കെ മരണപ്പെട്ടു പോയി, താങ്കളും മരിക്കും. അതുകൊണ്ടാണ് കവികൾ പറഞ്ഞത്, ലൗകാനത്തിദ് ദുനിയാ തദൂമു ലിവാഹിദിൻ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. ഈ ലോകത്ത് ഒരു മനുഷ്യന് എന്നും ജീവിക്കാൻ ദുനിയാവിലുള്ള സ്വാതന്ത്ര്യം കൊടുക്കുമായിരുന്നുവെങ്കിൽ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ, അതിന് ഏറ്റവും യോഗ്യനായ പ്രവാചകരുണ്ടായിരുന്നു, അദ്ദേഹത്തിന് പോലും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലും പഠിപ്പിക്കുക, നമ്മളൊക്കെ പോകാനുള്ളവരാണ്.